ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിൻ ടൈപ്പ് അത് എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ പലർക്കും ഉള്ളൊരു ഡൗട്ട് ആണല്ലേ. അപ്പൊ അതുപോലെ തന്നെ പലരും എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് പാർലറിലൊന്നും പോകാതെ നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് പലരുടെയും ഒരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് ഈസി മെത്തേഡായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എത്ര ടൈപ്പ് സ്കിൻ ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന സ്കിൻ ടൈപ്പ് ആണ്. അപ്പോ അതിനു മുന്നേ തന്നെ ഞാൻ പറയാം, നമ്മുടെ ചാനലിൽ തന്നെ സ്കിൻ ടൈപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ വരുന്നത്. അപ്പൊ നമുക്ക് സ്കിൻ ടൈപ്പ് എത്ര തരത്തിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഓടിച്ചത് പറയുകയാണ്. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ, അതുപോലെ തന്നെ നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോർമൽ സ്കിന്നിൽ തന്നെ നമുക്കത് നോർമൽ സ്കിന്നിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോർമൽ ടു ഡ്രൈ സ്കിന്നും അതുപോലെ തന്നെ നോർമൽ ടു ഓയിലി സ്കിന്നും. അപ്പൊ നമ്മൾ നോർമൽ സ്കിന്നിൽ തന്നെയാണ് നമുക്ക് ഡ്രൈ സ്കിൻ, നോർമൽ ടു ഡ്രൈ സ്കിൻ വരും, അതുപോലെ തന്നെ നോർമൽ ടു ഓയിലി സ്കിന്നും വരും. അതുപോലെ തന്നെ നമുക്ക് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് നമുക്ക് അതൊരു ടൈപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് എല്ലാ സ്കിന്നിലും സെൻസിറ്റീവ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിലും ഓയിലി പ്ലസ് സെൻസിറ്റീവ് വരും, അതുപോലെ തന്നെ നോർമൽ പ്ലസ് സെൻസിറ്റീവ് വരും. അപ്പോൾ അതുകൊണ്ട് അത് സെൻസിറ്റീവ് ആയിട്ട് സ്കിന്ന് പലരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ച് സെൻസിറ്റീവ് ആകുന്നതാണ്. ഓരോരുത്തർക്ക് ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ചും സ്കിന്ന് സെൻസിറ്റീവ് ആകും. ചിലരുടെ ഏജ് പോകുന്നതിനനുസരിച്ച് സ്കിന്ന് സെൻസിറ്റീവ് ആകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവിലോട്ട് പോകുന്നതും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ സ്കിൻ ടൈപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഓയിലി സ്കിന്നാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിന്നിൽ നല്ലൊരു ഷൈനിങ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്കിന്നിൽ പ്രോൺ ടു ആക്നെ ഉള്ള ഒരു സ്കിന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആക്നെയൊക്കെ വന്ന് ലാർജ് ഓപ്പൺ പോർസ് ഉള്ള ഒരു സ്കിന്ന് ആയിരിക്കും ഓയിലി സ്കിന്ന് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ സ്കിന്നിന് നല്ലൊരു റഫ്നെസ്സും ഡൾനെസ്സും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കിന്ന് ചെറുതായിട്ട് നല്ല ടൈറ്റ് ആകുന്ന ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റഡും ആയിരിക്കും ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ടീ സോൺ എന്ന് പറയുമ്പോൾ ഫോർഹെഡ്, നോസ്, ചിൻ, ഇതിനെയൊക്കെ ഈ ഭാഗത്തെല്ലാം ഒരു ഓയിലിൻ്റെ സെക്രേഷനും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഷൈനിങ്ങും ഉണ്ടാകും. അതേസമയം നമ്മുടെ ചീക്ക് സൈഡിൽ വരുമ്പോഴത്തേക്കും അവിടെ റഫ്നെസ്സും അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റഡും ആയിരിക്കും കോമ്പിനേഷൻ സ്കിന്നിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ടീ സോൺ ആയിട്ടുള്ള ഫോർഹെഡ്, നോസ്, ചിൻ ഈ ഭാഗത്ത് ഓയിലിയും അതുപോലെ തന്നെ സ്കിന്ന് നല്ലൊരു ഷൈനിങ് ഉണ്ടാകും. ഓയിൽനെസ് നമുക്ക് ഓയിൽ ഉള്ള ടൈമിലാണ് നമുക്ക് സ്കിന്നിൽ ഷൈനിങ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓയിലും ഷൈനിങ്ങും ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതേസമയം അതിൻ്റെ ചീക്ക് സൈഡ് വരുന്ന ഭാഗത്ത് നമുക്ക് സ്കിന്ന് നല്ല റഫായിട്ടും അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റ് ആയിട്ടും നമുക്ക് കാണാൻ കഴിയും. അത് കോമ്പിനേഷൻ സ്കിന്നാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നോർമൽ സ്കിന്നിന് നമുക്ക് ഓയിൽനെസ് ഒന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഡ്രൈനെസ്സും കൂടുതൽ ഉണ്ടാകത്തില്ല. ഇതെല്ലാം ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു നോർമലായിട്ട് നിൽക്കുന്ന ഒരു സ്കിന്നാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതായത് നമ്മുടെ ഫോർഹെഡ് ആയിരുന്നാലും ഫേസ് ആയിരുന്നാലും നല്ല നീറ്റായിട്ട് ഒരു ഫേസ് വാഷോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കുക. അതിന് ശേഷം പിന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ
കുറച്ച് സമയത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു 30 മിനിറ്റ് മുതൽ ഒരു 1 അവർ വരെ നമ്മൾ മാക്സിമം നമ്മളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിലെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കാൻ സമയത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഫേസിൽ വേറൊന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ പിറ്റേന്ന് മോർണിംഗിന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്കിന്ന് ഇപ്പം ഡ്രൈ സ്കിന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്കിന്നിന് നന്നായിട്ട് ഒരു ടൈറ്റ്നെസ്സും അതുപോലെ തന്നെ റഫ്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിന്നായിരിക്കും. അതുമല്ല നമുക്കിപ്പോൾ ടീ സോൺ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീ സോൺ സൈഡിൽ നമുക്ക് ഷൈനിങ്ങും അതുപോലെ തന്നെ ഓയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞത് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സ്കിന്നിൻ്റെ സൈഡിൽ നമുക്ക് സ്കിന്നിൻ്റെ അതായത് നോസ്, ഫോർഹെഡ്, ചീക്സ് ഈ ഭാഗത്തൊക്കെ ഷൈനിങ്ങും അതുപോലെ തന്നെ ഓയിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് ഓയിലി സ്കിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നോർമൽ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോസും ഫോർഹെഡൊക്കെ ചെറുതായിട്ടൊരു ഷൈനിങ് അത്രേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒരു ഷൈൻ, അതായത് ചെറിയൊരു ഓയിൽ ചിലപ്പോൾ ചിലർക്കുണ്ടാകും, ചിലർക്ക് അതും ഉണ്ടാകത്തില്ല. അത് നോർമൽ സ്കിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടൈപ്പിൽ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് ഷീറ്റ് മെത്തേഡാണ്. ബ്ലോട്ടിംഗ് ഷീറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു പേപ്പറാണ്. അത് ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഏരിയയിൽ ഏതെങ്കിലും ഡിഫറെൻറ്റ് ഏരിയയിലായിട്ട് നമ്മുടെ ഫേസിൽ ഇത് ഒന്ന് ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പുട്ട് ചെയ്ത് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് എടുക്കുമല്ലോ, അതുപോലെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. അതായത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കുറച്ച് നേരം വെക്കുക, എന്നതിന് ശേഷം നമ്മളത് റിമൂവ് ചെയ്യുക. ഒരിക്കലും സ്വൈപ്പ് ചെയ്യാൻ പാടില്ല. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മുടെ, അതായത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ ഏത് ഭാഗത്താണ് ഓയിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രൈ സ്കിന്നിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പറിൽ ഓയിലൊന്നും ഉണ്ടാകത്തില്ല. അതേസമയം നമ്മളൊരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേപ്പർ വെച്ച് ടാപ്പ് ചെയ്യുന്ന, അതായത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് പുട്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു ഭാഗത്ത്, പ്രസ് ചെയ്ത് വെക്കുന്ന ഭാഗത്ത് നമുക്ക് ഓയിൽ ആ ഒരു പേപ്പറിൽ വരുന്നത് കാണാം. ഞാനിവിടെ പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ അറിയാം. അപ്പോൾ നമുക്ക് ആ ഒരു ഓയിൽ നമുക്ക് നമ്മുടെ പേപ്പറിൽ വരുന്നത് കാണാം. അതേസമയം ഒരു കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോസ്, ഫോർഹെഡ്, ചിന്ന ആ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് ഓയിലുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ഈ പേപ്പർ നമ്മൾ ടാപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഓയിൽ അതിൽ പറ്റുന്നതായിട്ട് കാണാം. അതേസമയം നോർമൽ സ്കിന്നിലാണെങ്കിൽ ജസ്റ്റ് ചെറിയതായിട്ടുള്ള, അത് എവിടെയെങ്കിലും ഒരു ഇച്ചിരി ഓയിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കുക. നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ 2 മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം എന്താണ് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുമ്പോഴേക്കും ഓക്കെ, ബൈ, സീ യു.